ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലേ? എല്ലാ മുത്തുമണികൾക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് തൈമസ് കിച്ചണുണ്ട് ഒന്നോടി വന്നോളി. അപ്പോൾ ഇന്ന് തൈമസ് കിച്ചണിൽ ഒരു പെരുന്നാൾ തലേ ദിവസത്തെയും കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം രാവിലെ വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ രാവിലത്തെ ചായക്ക് കുറച്ച് പത്തിലൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെ പിറ്റേ ദിവസത്തേക്കും കുറച്ച് മാവൊക്കെ ഇങ്ങനെ ഗ്രൈൻഡിൽ അരച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റേഷൻ അരി കൊണ്ടുള്ള പത്തിരിയാണ്. പിന്നെ അതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും ഞാൻ ഇവിടെ ഇട്ടില്ല, കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ ഇവിടെ ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഫ്രഷ് ആക്കിയിട്ട് പത്തലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം വെറും റേഷൻ അരി കൊണ്ടുണ്ടാക്കിയ പത്തലാണ് കേട്ടോ. നല്ല സ്മൂത്തായ പത്തലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണ. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായി കാണുന്ന മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മുളകൊക്കെ ഇങ്ങനെ ചൂടാക്കിയെടുത്ത്, പിന്നെ മല്ലിയൊക്കെ ചൂടാക്കിയെടുത്ത് അതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ അരച്ച് വെക്കുന്നതാണ്. പിന്നെ തലേദിവസം തന്നെയാണ് എല്ലാം അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കടലവേള ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ ഫുള്ള് വീഡിയോസൊക്കെ എൻ്റെ ചെറിയ പെരുന്നാൾ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ള് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമായിട്ടാണ് നിങ്ങളെടുത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഇതാ കടലപ്പൊക്കെ റെഡിയാക്കിയെടുത്ത് അതിന് ശേഷം പിന്നെ ഈത്തപ്പഴം റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അധികം അപ്പങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഈ പ്രാവശ്യത്തെ പെരുന്നാളിന്. കടലപ്പം, പിന്നെ ഈത്തപ്പഴം, പിന്നെ ഒരു കൊട്ടപ്പം, അത്ര മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ മൈദ കൊണ്ട് ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഇതാ കൊട്ടപ്പമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അത് പിന്നെ എല്ലാം മുറിച്ച് ഷേപ്പിൽ വരുത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മുളകൊക്കെ ഇതാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതാ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ഇതാ കൊട്ടയപ്പം മൈദ കൊണ്ട്, പിന്നെ ഇത് വെറും മൈദയും മുട്ടയും പഞ്ചസാരയും മാത്രമാണ് കേട്ടോ, 3 ചേരുവകൾ മാത്രം. അപ്പോൾ അതൊക്കെ അത് റെഡിയായി അതെല്ലാം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഉച്ചക്കേക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ അയിലമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അരച്ചെടുത്തിട്ട്, പിന്നെ അതിൻ്റെ ഒന്നും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കൊട്ടയപ്പമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്, പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും ഫുള്ളായി കാണണേ. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ പറയുന്നതാണ്, പിന്നെ ഇതാ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കൊട്ടയപ്പം എന്ന് പറയും. കൊട്ടയുടെ രൂപത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുക്കുന്നതാണ്. പിന്നെ അതൊക്കെ റെഡിയായി. പിന്നെ ഇത് അപ്പങ്ങളൊക്കെ റെഡിയായി. അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് പിന്നെ പെരുന്നാൾ ദിവസത്തേക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറുപ്പ് മുന്തിരിങ്ങ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ അത് നല്ലവണ്ണം ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയെടുക്കുന്നതാണ് കേട്ടോ. അതിന് ശേഷം ഇതാ വേവിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലേ ദിവസം ഇതൊക്കെ ഒരുക്കി വെച്ചാൽ പിന്നെ പെരുന്നാളിൻ്റെ രാവിലെ ജ്യൂസ് അടിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാൻ പായസം മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, അപ്പോഴേക്കും മഴയുടെ ഇതൊക്കെ കാണുന്നില്ല, പിന്നെ മഴയുടെ ലക്ഷണമൊന്നുമില്ല. അപ്പോൾ അത് വിചാരിച്ച് കുറച്ച് മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് വെക്കാമെന്ന്. കുക്കറിൽ തന്നെയാണ് കേട്ടോ മുന്തിരിങ്ങയൊക്കെ നല്ലവണ്ണം കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതാണ്. പിന്നെ വിസിലിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കുന്നു. പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ അധികം പഞ്ചസാരയൊന്നും ഇടണ്ട, പിന്നെ പെട്ടെന്നൊക്കെ റെഡിയായി കിട്ടുന്നതല്ലേ. ഇങ്ങനെ ഇതാ കുക്കറിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാകുമ്പോൾ അതൊക്കെ നല്ല വെന്തെടുത്തിട്ടുണ്ട്, നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അത് മുമ്പത്തെ ദിവസം അങ്ങനെ ഇതാ രാത്രി ഞാനിതാ രാവിലേക്ക് ഉണ്ടാക്കുന്ന ഇഡലി മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നതാണ്. പിന്നെ പച്ചരിയും പിന്നെ ഉഴുന്ന് വേളയും പിന്നെ കുറച്ച് പഴകിയ ചോറൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ രാവിലേക്കുണ്ടതാണ്. അപ്പോൾ രാവിലെ പെട്ടെന്ന് എളുപ്പത്തിൽ ജോലിയൊക്കെ തീർക്കാം. പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ വേണം പെരുന്നാൾ രാവിലെ. പിന്നെ അതിനുശേഷം പെരുന്നാൾ രാവിലെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേമിയയൊക്കെ പിന്നെ ചൂടാക്കിയെടുക്കുന്നതാണ്. കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ചൂടാക്കിയെടുക്കുന്നതാണ്. ചെറിയ കറി ഇത് പയറുവേള, പിന്നെ സാഗ്, പിന്നെ സേമിക ഇതൊക്കെ ചൂടാക്കിയെടുത്ത് അതിന് ശേഷം പിന്നെ ശർക്കരയൊക്കെ ലാനിയാക്കി എടുത്ത്, പിന്നെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം ഒന്നിച്ചിട്ട് എടുത്തിട്ട് ഞാൻ പാത്രത്തിൽ ഒഴിച്ചിട്ട്, പിന്നെ അതിലൊക്കെ ഇതൊക്കെ ചൂടാക്കിയതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനെല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുത്ത് അടുപ്പിൽ വെച്ച് ഇളക്കി എടുക്കുന്ന. അപ്പോഴേക്കും എൻ്റെ പാത്രം ചെറുതായിപ്പോയി. അങ്ങനെ ഞാൻ പാത്രമൊക്കെ ഇടയ്ക്ക് ചേഞ്ച് ആക്കി കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ പാത്രമൊക്കെ ചേഞ്ച് ആക്കി. അങ്ങനെ നല്ല പായസം, അടിപൊളി പായസമാണ്.
അപ്പോൾ പിന്നെ ആൾക്കാർ വരുമ്പോൾ പായസവും ജ്യൂസും ഒന്നിച്ച് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ രണ്ടും ഉണ്ടാക്കിയതാണ്. പിന്നെ ചില ആൾക്ക് മഴ വരുമ്പോൾ ഇങ്ങനെ ജ്യൂസ് ആവില്ലല്ലോ. അങ്ങനെ അതിന് ശേഷം ഇതാ ഞാൻ ഇഡലിയൊക്കെ രാവിലത്തെ ഇഡലിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ചിട്ട് പാലെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് അതൊക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് ബീഫ് കറിയൊക്കെ റെഡിയാക്കി കമ്മണ്ട് കുക്കറിൽ വേവിക്കാൻ വെച്ച് പിന്നെ അതിന് ശേഷം ഇതാ കുറച്ച് ചിക്കൻ കബാബൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാം ഒന്നിച്ചൊന്നിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതാ പായസത്തിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു 2 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫുള്ള് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഫുള്ളായി എടുത്താൽ പിന്നെ ഇവിടെ ചെറിയ വീഡിയോ ഇട്ടാൽ തന്നെ നമുക്ക് നോക്കാനാളില്ല. പിന്നെ വീഡിയോസ് ലെങ്ത്ത് കൂടിപ്പോയാൽ ആരും നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഇതാക്കി അങ്ങനെ റെഡിയാക്കി എടുത്ത് പിന്നെ ഇതാ ജ്യൂസ് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തലേദിവസം വൈകുന്നേരം എല്ലാം റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിൽ തടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്ത ഇപ്പോൾ ഇടയ്ക്കൊക്കെ കറണ്ടൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാമായിരുന്നു. പിന്നെ അത് കറണ്ടൊക്കെ പോയാൽ പിന്നെ ബുദ്ധിമുട്ടായി. അങ്ങനെ അതിന് ശേഷം കറണ്ട് വന്നതിന് ശേഷം പെട്ടെന്ന് ജ്യൂസൊക്കെ അടിച്ച് പിന്നെ അത് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ ആൾക്കാർ വരുമ്പോഴൊക്കെ അങ്ങനെ കഴിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതാ ക്ലാസ്സിലൊക്കെ ആൾക്കാർ പിന്നെ പെരുന്നാളിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം എല്ലാവരും വരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇതാ പായസം പിന്നെ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് മാത്രം ഞാനിങ്ങനെ എടുത്തതാണ്. പിന്നെ അതിന് ശേഷം ഇതാ കറിയൊക്കെ റെഡിയായി. പിന്നെ അത് പിന്നെ കുക്കറിൽ വെന്തതിന് ശേഷം മസാല ഉണ്ടാക്കി കറിയൊക്കെ റെഡിയാക്കി പിന്നെ കുറച്ച് നെയ്ച്ചോറുണ്ടാക്കി കേട്ടോ.